കൊല്ലം ആലപ്പാട് IRE നടത്തുന്ന ഖനനത്തിനെതിരായ സമരത്തിൽ നിലപാട് കടുപ്പിച്ച് സമരസമിതി ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഖനനം അവസാനിപ്പിക്കാതെ സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന് ആലപ്പാട് സമരസമിതി അറിയിച്ചു. സമരം നടത്തുന്നവരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറെന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞിരുന്നു. അശാസ്ത്രീയമായ ഖനനം പാടില്ലെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് മേഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കി. വ്യവസായ വകുപ്പാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ ശുപാർശകൾ സർക്കാർ നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കര സംരക്ഷിക്കാൻ സർക്കാർ നടപടിയെടുത്തിട്ടുണ്ടെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. കരിമണൽ ഖനനത്തെ തുടർന്ന് ഗുരുതര പ്രശ്നങ്ങൾ നേരിടുന്ന ആലപ്പാടിനെ കുറിച്ചുള്ള നിയമസഭാ സമിതി റിപ്പോർട്ട് അവഗണിക്കപ്പെട്ടിരുന്നു. ഖനനത്തിലേർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ റെയർ എർത്തും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസും വീഴ്ചകൾ വരുത്തിയെന്ന് സഭാ സമിതിയുടെ റിപ്പോർട്ട് പറയുന്നു. ഇവയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ മേൽനോട്ട സമിതി വേണമെന്ന പരിസ്ഥിതി സമിതി ശുപാർശ ചെയ്തതും നടപ്പായില്ല. പൊന്മന, ആലപ്പാട് എന്നീ ഗ്രാമങ്ങളിൽ നിന്നായി 40.46 ഹെക്ടറാണ് ഇന്ത്യൻ റെയർ എർത്ത് വില കൊടുത്തു വാങ്ങി കരിമണൽ ഖനനം നടത്തുന്നത്. 60 വർഷമായി ഈ ഭാഗങ്ങളിൽ ഖനനം നടക്കുന്നു. ഓരോ വർഷവും കൂടുതൽ സ്ഥലം സ്വന്തമാക്കി ഖനനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. 1955 ലിത്തോ മാപ്പ് പ്രകാരം 89.5 ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതി ഉണ്ടായിരുന്ന പ്രദേശം ഖനനം മൂലം 7.6 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയതായാണ് റിപ്പോർട്ട്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പാട് നിന്നും ഒരു 3 കിലോമീറ്റർ ഇപ്പുറം കാട്ടിൽ മേക്കിയതിൽ ദേവീക്ഷേത്രത്തിന് സമീപത്താണ്. ഇവിടെയാണ് കായലും കടലും തമ്മിലുള്ള വ്യത്യാസം വെറും 200 മീറ്റർ പോലും ഇല്ല. 100 അല്ലെങ്കിൽ 150 മീറ്റർ മാത്രമേ ഉള്ളൂ. എൻ്റെ പുറകുവശത്ത് കാണുന്നതാണ് കായൽ. അതിന് അടുത്തായി തന്നെ, അതായത് എൻ്റെ ഇപ്പോൾ കാണുന്ന ഈ പുറകുവശത്താണ് കടലോ. ഇത്രയും നേരിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഇവ തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞതൊരു 4 കിലോമീറ്ററെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്നത് KMML ആണ്. ഇവരുടെ ഈ കരിമണൽ ഖനനം കൂടുതലാവുന്നത് കൊണ്ട് മൂലമാണ് ഈ ഒരു പ്രക്രിയ പ്രധാന കാരണം എന്ന് തന്നെ ഇവിടുത്തെ നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇതേ രീതിയിൽ മണൽ ഖനനം വീണ്ടും നടക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രദേശം, അതായത് ഞങ്ങളുടെ ആലപ്പാട് പഞ്ചായത്ത് തന്നെ ഇല്ലാതാകും എന്ന വിഷമം തന്നെയാണ് ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും പറയാനുള്ളത്. വളരെ ഖേദപൂർവ്വം തന്നെയാണ് മലയാളി വാർത്തയിൽ ഇവിടുത്തെ ഓരോ ജനങ്ങളും ഞങ്ങളോട് വ്യക്തമാക്കിയത്. നിങ്ങൾ കാണുന്ന പോലെ അതായത് വെറും 150 മീറ്റർ പോലും വ്യത്യാസമില്ലാതെയാണ് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ എൻ്റെ ഈ പുറകുവശത്ത് കാണുന്നതാണ് കടൽ. അതിന് തൊട്ട് സമയത്ത് തന്നെയാണ് ഒരു ഏകദേശം 100 മീറ്റർ എന്ന് തന്നെ പറയേണ്ടത് കായലിൻ്റെ കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമുക്കൊരു ചെറിയൊരു വണ്ടി പോകുന്ന രീതിയിലുള്ള വ്യത്യാസത്തിലാണ് ഈ കായലും കടലും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേ രീതിയിലുള്ള കരിമണൽ ഖനനം വീണ്ടും നടക്കുന്നുവെങ്കിൽ ഈ പ്രദേശം ഭൂപടത്തിൽ നിന്നും ഇനി മാഞ്ഞു പോകും എന്ന് തന്നെയാണ് പറയേണ്ടത്. കരിമണലിൻ്റെ ഇതേ രീതിയിലുള്ള പ്രവർത്തനം സർക്കാരും അതുപോലെ തന്നെ അധികാരികൾ എത്തുമെന്ന വിശ്വാസത്തോടെ ആലപ്പാട്ടിൽ നിന്നും മലയാള വാർത്തയ്ക്ക് വേണ്ടി ദിലീപ് കുമാർ.